ബജറ്റുകൾ താറുമാറാക്കുകയും ജനജീവിതം ദുരിതപൂർണമാക്കുകയും ചെയ്ത പിണറായി സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെയും ദുർഭരണത്തിനെതിരെയുമുള്ള ജനരോഷം പ്രതിഫലിക്കുന്നതായിരിക്കും തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ ഫലമെന്ന് DCC ജനറൽ സെക്രട്ടറി ധന്യ രാജേഷ് കാഞ്ഞങ്ങാട് കുളിയങ്കാൽ കവ്വായിൽ നടന്ന UDF കുടുംബ പ്രചരണ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കുടുംബ ബജറ്റുകൾ താറുമാറാക്കുകയും ജനജീവിതം ദുരിതപൂർണമാക്കുകയും ചെയ്ത പിണറായി സർക്കാരിന്റെ കൊടും കാര്യസ്ഥതയ്ക്കെതിരെയും ദുർഭരണത്തിനുമെതിരെയുള്ള ജനരോഷം പ്രതിഫലിക്കുന്നതായിരിക്കും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഫലമെന്ന് DCC ജനറൽ സെക്രട്ടറി ധന്യ സുരേഷ് കാഞ്ഞങ്ങാട് കുളിയങ്കാൽ കവ്വായിൽ നടന്ന UDF കുടുംബ പ്രചരണ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ഇതൊക്കെ വരുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം, ഉമ്മൻചാണ്ടിയും പിണറായി വിജയനും തമ്മിലുള്ള വ്യത്യാസം. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരനായ ഒരു നേതാവ് ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് നമുക്കിവിടെ ഉണ്ടാവുന്ന സമയത്ത് ആ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാർക്കും ക്ഷേമ പെൻഷൻ നൽകിയിരുന്നു. ആ മുഴുവൻ ആൾക്കാരുടെയും പ്രശ്നങ്ങൾ അദ്ദേഹം പരിഹരിച്ചിരുന്നു. ജനസമ്പർക്ക പരിപാടി നടത്തിയിരുന്നു. കാസർഗോഡ് കളക്ടറേറ്റിൽ വന്ന് ആ ജനസമ്പർക്ക പരിപാടി നടത്തുന്ന സമയത്ത് ഇവിടെയുള്ള ആർക്ക് വേണമെങ്കിലും ഒറ്റക്ക് പോയി അദ്ദേഹത്തിനെ കണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ ആ സമയത്തിനകത്ത് തന്നെ ആ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് അതിന് തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് അതിന് സഹായം നൽകിക്കൊണ്ടിരുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ഈ കേരളത്തിന്. എന്നാൽ ഇന്ന് പിണറായി വിജയൻ നവകേരള സദസ്സ് എന്നും പറഞ്ഞ് അവിടെ നിന്നും ഇങ്ങോട്ട് വരുന്ന സമയത്ത് എത്രമാത്രം ആർഭാടത്തോടുകൂടിയാണ് വന്നത്. ആ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ സാധാരണ ഒരു ട്രെയിനിൽ സ്ലീപ്പർ AC കിട്ടിയില്ലെങ്കിൽ സ്ലീപ്പറിലും കൂടി വന്നിട്ടുണ്ടല്ലേ സ്നാർച്ച, അങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട്. അതും നമ്മുടെ കൺമുന്നിൽ കണ്ടതാണ്. വനിതാ ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് TK സുമയ്യ അധ്യക്ഷം വഹിച്ചു. KPCC സെക്രട്ടറി M അസിനാർ, T അബൂബക്കർ ഹാജി, പ്രവീൺ തോയമ്മൽ, ഷിബിൻ ഉപ്പിലക്കൈ, സിജോ അമ്പാട്ട്, അസീസ് ആറങ്ങാടി, മുത്തലീബ് കുളിയങ്കാൽ, T മുഹമ്മദ് കുഞ്ഞി, T ഖാദർ ഹാജി, സഫീർ ആറങ്ങാടി, ഇർഷാദ് ആവിയിൽ, K ഹമീദ് കുളിയങ്കാൽ എന്നിവർ സംസാരിച്ചു.